ഹായ് ഹലോ ഗുഡ് ഈവനിങ് കൂട്ടുകാരെ. ഇന്ന് വിഷു നല്ലൊരു ദിവസമൊക്കെ ആശംസിക്കുന്നു. രാവിലെ വീഡിയോ ഇടേണ്ടതായിരുന്നു, വിട്ടു. അപ്പോൾ വിഷുവൊക്കെ ആയിട്ട് ഞാൻ ഇന്ന് നിങ്ങൾക്ക് രണ്ട് നല്ല ടിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. എന്താണെന്ന് പറഞ്ഞാൽ ആരോഗ്യ ടിപ്സാണ് പറയാൻ പോകുന്നത്, ബ്യൂട്ടി ടിപ്സ് അല്ല. കൂട്ടുകാർ കേട്ട ശേഷം ലൈക്കും കമൻറ്റ് ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. എല്ലാവരും വിഷുവൊക്കെ അടിച്ച് പൊളിച്ച് കാണുമെന്ന് വിശ്വസിക്കുന്നു. നല്ല ചൂടല്ലേ, മഴ ഇല്ല. ഒരു ദിവസം മഴ പെയ്തത് തന്നെ പിന്നെ പെയ്തിട്ടില്ല. ഭയങ്കര ചൂടാണ്, അതിൻ്റെ ഇരട്ടി ചൂടാണ്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ മുഖത്തൊക്കെ നമുക്ക് ചില സമയത്ത് നമുക്ക് നല്ല നീർക്കോപുള്ള ആൾക്കാർ, അതായത് നീര് വന്ന് നിൽക്കുന്ന സമയം, ചിലർക്ക് നല്ല നീരുണ്ടാവാറുണ്ട് മുഖത്തൊക്കെ. രാവിലെ ഉറക്കമൊഴിക്കുമ്പോഴായാലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ നമുക്ക് മുഖത്ത് നീരുണ്ടാവാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ മുഖത്ത് നീര് വരുന്നവർ ചെയ്യേണ്ടുന്നൊരു ടിപ്സ് എന്താണെന്ന് പറഞ്ഞാൽ, വേപ്പില അരച്ച് പുരട്ടുക. അപ്പോഴത് മാറുന്നതായിരിക്കും. ഇനിയൊരു ടിപ്സ് കൂടി പറഞ്ഞുതരാം. എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ നീർക്കെട്ട് ഇപ്പോൾ ഈ വെയിലും ഈ ചൂടും ഒക്കെ കഴിയുമ്പോൾ നമ്മളൊരു 4-5 പ്രാവശ്യമൊക്കെ ഡെയിലി കുളിക്കും. അപ്പോൾ ഈ ചൂടെല്ലാം കൂടെ നമുക്ക് ഈ വെള്ളവും ഒക്കെ തലയിൽ താഴ്ന്ന് എന്ത് ചെയ്യും, നെഞ്ചിലായിരിക്കും അതിൻ്റെ ആ ഒരു ആധിക്യം വരുന്നത്. അപ്പോൾ അത് നെഞ്ചിൽ വരുമ്പോൾ നമുക്കതെന്താവും, ന്യൂമോണിയ പോലെ കഫക്കെട്ടായിട്ട് മാറും. അപ്പോൾ നമുക്ക് നെഞ്ചിൽ നീർത്താഴ്ച, അതായത് നീര് കെട്ടിക്കിടക്കുക, തലയിലുള്ള നീരെല്ലാം നെഞ്ചിൽ വന്ന് മുതുകിൽ വന്നൊക്കെ കെട്ടിക്കിടക്കും. നമുക്ക് നല്ല വേദനയും ഇതൊക്കെ ആയിരിക്കും, തിരിയാനും പിരിയാനും. എനിക്കിങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ചില ആൾക്കാർക്കൊക്കെ ഇങ്ങനെ വരാറുണ്ട്. ഇനി വരാത്ത ആൾക്കാർ ചെയ്യണ്ട. അപ്പോൾ നിങ്ങൾ വരുന്ന ആൾക്കാർ ചെയ്യേണ്ട ഒരു ടിപ്സ് എന്ന് പറഞ്ഞാൽ, മുരിങ്ങയുടെ തൊലി എടുത്തതിന് ശേഷം, മുരിങ്ങത്തൊലി നിങ്ങൾക്ക് എല്ലാവർക്കും മുരിങ്ങയുള്ള വീട്ടിലൊക്കെ നമ്മൾ പല ആവശ്യങ്ങൾക്ക്, വയറുവേദന ഉള്ളവരൊക്കെ അത് വെട്ടി കഷായിട്ട് കുടിക്കാറുണ്ട്. അങ്ങനെയൊക്കെയുള്ള കുറേ ടിപ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ മുരിങ്ങയുടെ തൊലി എടുത്തതിന് ശേഷം അതിൽ ജീരകവും തുമ്പയും കൂടെ ചേർത്ത് എന്ത് ചെയ്യണം, ഇതെല്ലാം സമം എടുത്ത് അരച്ച് ആ ഭാഗത്ത്, നീരുള്ള ഭാഗത്ത് പുരട്ടുക. അല്ലെങ്കിൽ ശരീരം മുഴുവനും തേച്ചിട്ട് കുളിച്ചാലും യാതൊരു കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ടിപ്സ് കണ്ടിട്ട് ഇതുപോലുള്ള വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ ചെയ്തു നോക്കുക. നമുക്ക് വലിയ വലിയ രോഗങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോവുക. അതേസമയം ചെറിയ അസുഖങ്ങളൊക്കെയാണ്, ഇതുപോലെ നീര്, പിന്നെ ഇങ്ങനെയൊക്കെയുള്ള അസുഖങ്ങളൊക്കെ വരുന്ന ആൾക്കാർ ഇതുപോലെയൊക്കെ ചെയ്തു നോക്കുക. നല്ല ചൂട്, ഇവിടെ വീട്ടിനകത്ത് പോലും നിൽക്കാൻ വയ്യ. അപ്പോൾ ഇനി ഞാനും ഈ ചൂടത്ത് എനിക്കും ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ എൻ്റെ പുറത്തെല്ലാം നല്ല ചൂടൂര് വരുന്ന സമയമാണ്. പക്ഷെ ഇപ്പോൾ എൻ്റെ പുറത്തൊന്നും ചൂടൂരില്ല. കാരണം ഞാൻ അതിനുള്ള സൊല്യൂഷനൊക്കെ ചെയ്ത്, പുറത്ത് ചൂടൂര് അധികമല്ല ഇല്ല. കാരണം വെച്ചാൽ എത്ര വെയിൽ കൊണ്ടാലും കുറച്ച് നാൾക്ക് മുന്നേ ആണെങ്കിൽ നല്ല രീതിക്കായിരുന്നു ചൂടൂര് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഞാൻ തേങ്ങ വെള്ളമെല്ലാം ഡെയിലി പുറത്ത് അപ്ലൈ ചെയ്തപ്പോൾ ചൂടൂരും എല്ലാം കൊഴിഞ്ഞ് പോയി. അപ്പോൾ കൂട്ടുകാർ ഇതൊക്കെ ചെയ്തു നോക്കുക. കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റ് ഷെയർ സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ നാളെ കാണാം. ടാറ്റ ബൈ.